ക്യാൻ കിൽ ഹോംലാൻഡർ? ദ ബോയ്സിലെ ഹോംലാൻഡറിനെ ആർക്ക് തോൽപ്പിക്കാൻ പറ്റും? സ്വന്തം അച്ഛൻ സോൾജർ ബോയ് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെ ബില്ലി ബുച്ചറിനാണെങ്കിൽ വയ്യ പുള്ളിക്ക്. പിന്നെ സ്റ്റാർലൈറ്റ് വന്നിട്ട് ട്യൂബ് കത്തിച്ച് മിന്നിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അറിയാലോ. അപ്പം പിന്നെ ഇനി ആര്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേറൊരു സീരീസ് കാണണം. ദ ബോയ്സ് സീരീസിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിൻ്റെ തന്നെ ഒരു സ്പിൻ ഓഫ് ഇറങ്ങിയിട്ട് അധികം ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. സ്പിൻ ഓഫ് എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കണം, അതായത് ക്വാളിറ്റി ഐറ്റം ബോയ്സിൻ്റെ അതേ ഒരു യൂണിവേഴ്സിലാണ്. അപ്പം അതേ സ്വഭാവങ്ങളെല്ലാം ഉണ്ട് ഇതിനുണ്ട്. ശരിയായ സാധനം, ഒരു ഫീമെയിൽ ലീഡാണ് മെയിൻ ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു തോന്നൽ വരുമല്ലോ, അയ്യോ അതെന്തോ ഉടായ്പ പരിപാടിയാണെന്ന്. ഒരിക്കലുമല്ല. ഫീമെയിൽ ലീഡ് ക്യാരക്ടേഴ്സിനൊക്കെ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതണം. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സീരീസാണിത്. ജെൻ വി എന്നാണ് ഇതിൻ്റെ പേര്. 2 സീസണുകളുള്ളൂ. രണ്ടാമത്തെ സീസൺ ഫുള്ള് കണ്ട് കഴിയുമ്പോഴാണ് ഇനി എന്താണ് ബോയ്സിൽ സംഭവിക്കാൻ പോകുന്നത്. ബോയ്സ് പുതിയൊരു അവഞ്ചേഴ്സിൻ്റെ പോലെ ഒരു സംഭവം മാറാൻ പോവുകയാണ് അവസാനം 5ാമത്തെ സീസണിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറേ പേര് വരും. അപ്പോൾ ഇവരൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ജെൻ വി ഒന്ന് കാണണം. കണ്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പോളി സാധനമാണ്. ആമസോൺ പ്രൈമിലുണ്ട്.